ഇവിടെ ഇപ്പോ കേരളത്തിലെ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ സ്വരാജിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും എന്ന് രണ്ടായി പിളർന്നിരിക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന്റെ ആവശ്യമേ ഇല്ല. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എഴുത്തുകാർക്കിടയിൽ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിടയിൽ സ്വാഭാവികമായും നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാവണം എന്നാണ് എന്റെയും അഭിപ്രായം. അതില് ഒട്ടേറെ പേർ പുരോഗമനോന്മുഖമായ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അവർ അവരുടെ നിലപാട് പറഞ്ഞു. അപ്പൊ അതിനെതിരായി ഉയർന്ന ശബ്ദം അങ്ങനെയൊന്നും പറഞ്ഞുകൂടാന്നാണ്. അയ്യോ, നിങ്ങളെന്തിനാ അങ്ങനെ പറയണം, മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നല്ല. നിർഭയം അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. മറ്റു ചിലർ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പറയാൻ മടിയാണ്. പുറത്തു പറയാൻ മടിക്കുന്ന അഭിപ്രായമുള്ളവർ നിശബ്ദരായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നിശബ്ദരായിരിക്കണമെന്നാണ്. അത് വിലപ്പോകുന്ന ഒരു കാര്യമല്ല. രണ്ട്, അങ്ങനെ അഭിപ്രായം പറയുന്നവരെ അധിക്ഷേപിക്കുക, വ്യക്തിഹത്യ നടത്തുക, അശ്ലീലം പറയുക, തെറി വിളിക്കുക. നിലമ്പൂർ ഐഷ പോലും ആക്രമിക്കപ്പെട്ടില്ലേ? എത്ര വയസ്സുള്ള ഒരാളാണവർ. കേരളം തന്നെ മാതൃസ്ഥാനത്ത് കാണുന്ന കേരള നാടകവേദി ലോകത്തിന് സംഭാവന ചെയ്ത മഹതിയായ ഒരു കലാകാരിയാണ്. യാഥാസ്ഥിതികത്വത്തിനെതിരായി ഒരു കാലത്ത് കത്തിജ്വലിച്ചു നിന്ന ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട, വെടിയുണ്ടയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട, അങ്ങനെ മഹത്തായ ഒരു പോരാട്ട പാരമ്പര്യമുള്ള നിലമ്പൂർ ഐഷയെ ഈ പ്രായത്തിൽ അങ്ങനെ അധിക്ഷേപിക്കാനോ ആക്രമിക്കാനോ ഒരു മടിയും UDF തോന്നിയില്ലല്ലോ. KR മീര ഒരാമുഖവും ആവശ്യമില്ലാത്ത മലയാളത്തിലെ എഴുത്തുകാരിയാണ്. അവരുടെ അഭിപ്രായം പറഞ്ഞു എന്ന കാരണം കൊണ്ട് എത്ര ഹീനമായിട്ടാണ് അവരെ വേട്ടയാടിയിട്ടുള്ളത്. ഹരിത സാവിത്രി, ഞാൻ ഈ വനിതകളുടെ പേര് പറഞ്ഞ് വനിതകളെ എളുപ്പത്തിൽ അധിക്ഷേപിച്ച് അവരെ നിശബ്ദരാക്കി കളയാം എന്ന ഒരു പുരുഷ മേധാവിത്വപരമായ ജനവിരുദ്ധ നിലപാട് കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതല്ലാത്തവരെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കാൻ. അതേസമയം അദ്ദേഹത്തിന്റെ UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ ഒരു ചലച്ചിത്ര താരം തന്നെ പങ്കെടുക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ ഞങ്ങളാരും വിമർശിച്ചില്ലല്ലോ. ഞങ്ങളാരും അദ്ദേഹത്തെ വിമർശിച്ചു. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാട് പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് നമ്മൾ മാനിക്കേണ്ടതാണ്. ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്.